നമസ്കാരം. ടി വി മാക്സിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കേരളം വീണ്ടും സൈബർ തട്ടിപ്പിന്റെ ഒരു കൂത്തരങ്ങായി മാറുന്നു. ഏറ്റവും പുതിയ വിവരം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ലക്ഷക്കണക്കിന് രൂപ ഓൺലൈൻ ട്രേഡിംഗിന്റെ ഭാഗമായി നിരവധി ഉപയോക്താക്കളെ തട്ടിച്ച് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ലോബി കേരളത്തെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം വളരെ അടുത്ത് കൊച്ചിയിൽ നടന്നു. ആ റിപ്പോർട്ട് മാധ്യമങ്ങളിൽ അടക്കം വന്നു കഴിഞ്ഞു. അത്തരം ഒരു തട്ടിപ്പിന് നിങ്ങളും ഇരയാവരുതേ എന്ന് ഓർമ്മിപ്പിക്കുവാൻ കൂടിയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതൊരു ജാഗ്രതാ സന്ദേശമായി എല്ലാവരും മനസ്സിലാക്കുകയും വേണം. തട്ടിപ്പ് ആരംഭിച്ചത് ഇങ്ങനെ: ഒരു ലാപ്ടോപ്പിന് വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നു, വർക്ക് അറ്റ് ഹോം ആണ്. അപ്പോൾ ഒരു ലാപ്ടോപ്പിന് വേണ്ടി നമ്മൾ ഒരു ഓൺലൈൻ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുന്നു, ഈ ലാപ്ടോപ്പിന് എന്ത് വിലയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വില കാണുന്നു. തുടർന്ന് ആ വില നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റാഞ്ഞതിനാലോ അല്ലെങ്കിൽ ഡെലിവറി നമുക്ക് ലഭിക്കാഞ്ഞതിനാലോ നമ്മൾ തൽക്കാലത്തേക്ക് ആ ഓൺലൈൻ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുക്കുമ്പോൾ ഗൂഗിൾ നമ്മളെ നിരന്തരം ഇത്തരത്തിലുള്ള നിരവധി ഓഫറുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത്തരത്തിൽ ഒരു ഓഫറിലാണ് കാണുന്നത് ബ്രാൻഡഡ് വെബ്സൈറ്റുകൾക്ക് 80% വരെ വിലക്കുറവ് എന്നൊരു സന്ദേശം കാണുന്നു. തുടർന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, വെബ്സൈറ്റിലേക്ക് പോകുന്ന സംഭവം ശരിയാണ്. ബ്രാൻഡഡ് ലാപ്ടോപ്പുകളായ സോണി, ലിനോവ, ഏസർ, തോഷിബ അടക്കമുള്ള ലാപ്ടോപ്പുകൾക്ക് 80% വിലക്കുറവ്. അതായത് പ്രീമിയം ലാപ്ടോപ്പുകൾക്ക് 65,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന i5 ഉൾപ്പെടെയുള്ള പ്രീമിയം ലാപ്ടോപ്പുകൾക്ക് കേവലം 15,000 രൂപ നൽകിയാൽ മതി. ഹ്യൂജ് ഡിസ്കൗണ്ട്, 80% ഡിസ്കൗണ്ട്. ഒന്നും നോക്കിയില്ല, അതിന്റെ പോസിറ്റീവ് റിവ്യൂസ് വായിച്ചു, തരക്കേടില്ല എന്നുള്ള അഭിപ്രായം കണ്ടു, പണം അടച്ചു. 2 ദിവസത്തിനുള്ളിൽ ലാപ്ടോപ്പ് ഡെലിവറി തരും എന്ന് റിപ്പോർട്ടും റെസിപ്റ്റും തിരിച്ചു മെയിലിൽ വരുന്നു. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു. ലാപ്ടോപ്പ് ഇല്ല, ഒരു വിവരവുമില്ല. അവരുടെ കസ്റ്റമർ കെയർ നമ്പർ നമ്മൾ വിളിക്കുന്നു. തുടർന്ന് 1 ഞെക്കു, 2 ഞെക്കു, 3 ഞെക്കു, പതിവ് സന്ദേശങ്ങൾ കേൾക്കുന്നു. പിന്നീട് വിവരമൊന്നുമില്ല. തുടർന്ന് മെയിൽ അയച്ചപ്പോൾ അവർ പറയുന്നു, കോവിഡ് ആണ്, കണ്ടെയ്ൻമെന്റ് ഏരിയയാണ്, നിങ്ങളുടെ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ഡെലിവറി തരുവാൻ സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ പണം റീഫണ്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ള രൂപത്തിൽ ഒരു നമ്പർ നൽകി. ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുന്നു. അവരുമായി സംസാരിക്കുന്നത് ശരിയാണ്, നിങ്ങളുടെ പണം, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന 15,000 രൂപ ഞങ്ങൾ നിങ്ങൾക്ക് തിരികെ നൽകുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ പണം ലഭിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 1 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിത്തരണം. ഈ 1 രൂപ മാറ്റുന്നത് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുവാൻ വേണ്ടി മാത്രമാണ്. അതുകൂടെ ചേർത്തുള്ള 15,001 രൂപ ഞങ്ങൾ തിരികെ നൽകും. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ എനി ഡെസ്ക് എന്ന് പറയുന്ന, ശ്രദ്ധിച്ച് കേൾക്കണം, എനി ഡെസ്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഈ ആപ്പ് യഥാർത്ഥത്തിൽ ഒരു ക്ലോൺ, അതായത് നമ്മളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മളുടെ മൊബൈൽ സ്ക്രീൻ മറ്റൊരാൾക്ക് അങ്ങനെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു ആപ്പാണ്. ഈ എനി ഡെസ്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നു. എനി ഡെസ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, 1 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. തുടർന്ന് സംഭവിക്കുന്നതാണ് ഏറ്റവും വലിയ തട്ടിപ്പ്. നമ്മളറിയാതെ നമ്മളുടെ മൊബൈൽ ഫോൺ മൂന്നാമതൊരാൾ എനി ഡെസ്ക് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. നമ്മളുടെ ഓൺലൈൻ ബാങ്കിങ്ങിലൂടെ അവര് ബാങ്കിലുള്ള മുഴുവൻ പണവും അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളുടെ മൊബൈലിലേക്ക് ഒരു OTP മെസ്സേജ് വരും. നമ്മുടെ മൊബൈലിലെ എല്ലാ വിവരങ്ങളും ഈ എനി ഡെസ്ക് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് അവർക്ക് കാണാൻ പറ്റുന്നു. തുടർന്ന് സംഭവിച്ചത് 15,000 രൂപ പോയി, ലാപ്ടോപ്പിന് വേണ്ടി പോയി എന്നുള്ളത് മാത്രമല്ല, ബാങ്കിൽ കിടന്നിരുന്ന പണം മുഴുവനൂടെ പോയി. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ്
കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, സൈബർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ നിരവധി ജാഗ്രതാ സന്ദേശങ്ങൾ ഇതിനു മുമ്പേയും സൈബർ പോലീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ഉപയോക്താക്കൾ, കേരളത്തിലെ സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന, നിരന്തരം ഫേസ്ബുക്കിലും വാട്സാപ്പിലും മൊബൈലിലും ഞൂണ്ടിക്കളിക്കുന്നു എന്ന് അറിയപ്പെടുന്ന ന്യൂ ജനറേഷൻ അവരിത്തരം സന്ദേശങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ബാങ്കിലെ പണം പോയതിന് ശേഷമാണ് ഇവരെല്ലാം തിരിച്ചറിയുന്നത് തങ്ങൾ ഒരു തട്ടിപ്പിന്റെ ഇരയായിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സന്ദേശം അല്ലെങ്കിൽ ഇത്തരത്തിൽ AnyDesk പോലെയുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു എങ്കിൽ തിരിച്ചറിയുക, നിങ്ങൾ അപകടത്തിലാണ്. ഇന്റർനെറ്റിൽ നിരവധി ഓഫറുകൾ ഉണ്ടാവാം. അവിശ്വസനീയമായ ഒരു ഓഫറിന്റെ പിന്നാലെയും ആരും പോകരുത്. ഇന്റർനെറ്റിൽ നിന്നും സൗജന്യമായി നൽകുന്ന അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുന്നു എന്ന ഒരു ഓഫറിന്റെ പിന്നാലെയും ദയവായി ആരും പോകരുത്. ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. ഇനിയെങ്കിലും ആരുടെയും പണം നഷ്ടപ്പെടാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം.